ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ടാങ്കർ ലോറി ഓടിച്ച് ഹിറ്റായ വൈറലായിട്ടുള്ള ഡെലീഷയും ഹാൻസനുമായിട്ടുള്ള കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ഇവർ രണ്ടുപേരും ഡ്രൈവേഴ്സ് ആണ്. അതായത് ഹാൻസനും ശരിക്കും ഡ്രൈവറാണ്, ജർമ്മനിയിൽ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയ പിന്നിലൊരു കഥയുണ്ട്. ആ കണ്ടുമുട്ടിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ചെറായി ബീച്ചിൽ വന്നേക്കണേ. നമ്മുടെ പ്രൊഫഷൻ എല്ലാവർക്കും ഡൈജസ്റ്റ് ആയിരുന്നു വരില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഡ്രൈവറായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. വാഹനമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണോ? അതെ, അത്രേ ഉള്ളൂ. എനിക്ക് പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ചോദിച്ചിരുന്നു. അപ്പൊ ഇച്ചിരി ഒഫ്കോഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് പോവാം, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ വണ്ടി ഓടിക്കാൻ ഗൾഫില് ലീവ് വെക്കേഷൻ വന്നതാണ്. 18 വീലുള്ള ടാങ്കർ. ഹാൻസൺ ശരിക്കും ഇപ്പൊ ജോലി ചെയ്യണത് ജർമ്മനിയിലാണ്. അതെ. എത്ര വീലുള്ള വണ്ടിയാ? അതാണ് ഡെലീഷ് പറയുന്നത്. കുറച്ച് കുറവാ, 10 വീലേ ഉള്ളൂ. നല്ലൊരു ഡ്രൈവറാണ്. ഞങ്ങൾ കൂടുതലും സംസാരിക്കുന്ന വണ്ടിനെ കുറിച്ച്, വണ്ടിക്ക് എന്ത് മിസ്സിംഗ് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇച്ചയും സൊല്യൂഷൻ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്, അല്ലാണ്ട് വേറെ ഒന്നും ഇരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്നോണ്ടാണോ ഹാൻസനെ ചൂസ് ചെയ്തത്? ഇല്ല കേട്ടോ, ഇല്ല. കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ പറഞ്ഞു തരും. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ, അതോ അവള് ഡെലീഷ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അല്ല ഡിലീഷ്യ വീണ്ടും വൈറലാവാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ? സത്യത്തിലേ ഇതെങ്ങനെയാ കണ്ടുപിടിച്ച? സ്റ്റോറിയൊന്നുമില്ല, മാട്രിമോണി വഴിയാണ് കണ്ടെത്തിച്ചത്. മാട്രിമോണി വഴിയാണ് കണ്ടുപിടിച്ചത്. ഞങ്ങൾ വിചാരിച്ച് പരിചയപ്പെട്ട് ഇഷ്ടത്തിലായിരുന്നു പെട്ടെന്ന് ഞാൻ ഈ കഥ പറഞ്ഞ് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെയല്ല ഓടി വന്നത്. രണ്ടുപേരും ഒരേ പ്രൊഫഷൻ. എങ്ങനെയാണ് ഡെലീഷ അത് തന്നെ തീരുമാനിച്ചേ? ഇല്ല, അങ്ങനെ നോക്കിയിരുന്നു. പ്രൊഫഷൻ ഡ്രൈവർ നോക്കിയിരുന്നു. കുറച്ചുകൂടി നമ്മളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് കുറച്ചും കൂടി ആപ്റ്റ് ഡ്രൈവർമാരായിരിക്കും. നമ്മുടെ പ്രൊഫഷൻ എല്ലാവർക്കും ഡൈജസ്റ്റ് ആയിരുന്നു വരില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ഡ്രൈവറായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അങ്ങനെയാണ് ഇച്ചയും വന്നത്. അങ്ങനെ ഇപ്പൊ കല്യാണമായി. അല്ല, ഈ ആ പ്രൊഫഷൻ തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഡെലീഷ ഉദ്ദേശിക്കണേ? ഈ ഫീൽഡ് ആദ്യമേ നാട്ടിൽ നിന്ന് വരുമ്പോ എല്ലാവർക്കും ഡെലീഷ ഡ്രൈവറായിട്ട് തന്നെ തുടരുകയാണ്. അതെ. ഇപ്പൊ ഗൾഫിലെ സ്റ്റാറ്റസും കൂടെ പറയും. ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ ഗൾഫില് ലീവ് വെക്കേഷൻ വന്നതാണ്. 18 വീലുള്ള ടാങ്കർ. അതെ. ഇവിടെ ചെറിയ ടാങ്കർ അവിടെ വലിയ ടാങ്കർ. ഇനി കുറച്ച് ഹാൻസൺ പറയട്ടെ. ഹാൻസൺ ശരിക്കും ഇപ്പൊ ജോലി ചെയ്യണത് ജർമ്മനിയിലാണ്. അതെ. എത്ര വീലുള്ള വണ്ടിയാ? അതാണ് ഡെലീഷ് പറയുന്നത്. കുറച്ച് കുറവാ, 10 വീലേ ഉള്ളൂ. 10 വീലേ ഉള്ളൂ. 10ന്റെ ഉണ്ട്, 12ന്റെ ഉണ്ട്, കുറച്ച് വീലേ ഉള്ളൂ. അപ്പൊ ഈ ഡെലീഷ്